ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങ അരയ്ക്കാത്ത ഗ്രീൻ പീസ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ ഗ്രീൻ പീസ് കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ഒറ്റ വിസിലടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ വെന്ത് കിട്ടും. ഒരുപാട് വെന്ത് പോകുന്നത് ഇവിടെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഒറ്റ വിസിൽ മതിയാവും. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നത്. ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുന്ന സമയം നമ്മൾ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് പെരിഞ്ചീരകവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് സവോളയാണ്. നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ ഒപ്പം തന്നെ ചേർത്താനുള്ളത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അല്പം ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അടുത്തായി ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തക്കാളി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ ചിക്കൻ മസാലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയത്തെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർ അത് 1 സ്പൂണ് ഇട്ടാൽ മതിയാവും. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി എടുക്കാം. ഞാനിവിടെ ഒരു കുറഞ്ഞ അളവിലാണ് മുളക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൊടിയുടെ എല്ലാം പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഗ്രീൻ പീസാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസും അത് വേവിക്കാൻ ഉപയോഗിച്ച വെള്ളവും നമ്മൾ അതേപോലെ തന്നെ ചേർത്തുന്നുണ്ട്. ഈ ഒരു ഗ്രീൻ പീസും അരപ്പെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടും. നമുക്ക് ചപ്പാത്തിക്കും അതേപോലെ തന്നെ ചോറിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്